ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഇന്ന് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പാണ്. അതും 45 കിലോമീറ്റർ നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ച്. ഈ യാത്ര തുടങ്ങുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ നിന്നാണ്. അതുവഴി നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ച് വാൽപ്പാറ എത്തി. വാൽപ്പാറയിൽ നിന്ന് നമ്മൾ 40 ഹെയർ പിൻ വളവുകൾ ഇറങ്ങി പൊള്ളാച്ചി എത്തി തിരിച്ച് വീട്ടിലെത്തിയ ഒരു ചെറിയ യാത്രയെക്കുറിച്ച്. അപ്പോൾ ആദ്യം ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗത്ത് പോയി. നല്ല ഭംഗിയായിരുന്നു ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ. കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസാണിത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഷെഡ് കാണുന്നില്ലേ? ഈ ഷെഡ് 2018 പ്രളയം വന്നിട്ട് പോലും ഇത് തകർന്നിട്ടില്ല. ഇതിൻ്റെ മേൽക്കൂര വരെ വെള്ളമായിരുന്നു അത്ര, എന്നിട്ട് പോലും അത് തകർന്ന് വീണിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. മഴക്കാലം ആയതുകൊണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം വന്ന് ചാടുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ KSRTCയുടെ ഉല്ലാസയാത്രയുടെ ബസ്സും കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയുള്ള ഫസ്റ്റ് വ്യൂ പോയിന്റിൽ ഞങ്ങളെത്തി. ഇതാണ് ചാപ്പ വാട്ടർഫാൾസ്. ഇതിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് വരണം. അതുപോലെ ഇതിനൊരു സൈഡിൽ നിന്നിട്ട് നോക്കും വേണം. അപ്പോഴാണ് അതിമനോഹരമായ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇതിൻ്റെ മേലിലൂടെ ഒരു ആർച്ച് ഷേപ്പിലുള്ള പാലവും കെട്ടിയിട്ടുണ്ട് അവർ. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ വാഴച്ചാൽ വാട്ടർഫാൾസ് ഉണ്ട്, പക്ഷെ ഞങ്ങളത് കാണാൻ ഇറങ്ങിയില്ല. ഇവിടെ വന്നതിന് ശേഷം അവർ നമ്മളെ വണ്ടിയിൽ എത്ര ആളുകളുണ്ട്, നമ്മളെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്കവരൊരു പേപ്പർ തന്നു. രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കും. അപ്പോൾ നമുക്ക് കാടിനുള്ളിൽ കയറാം. തിരിച്ച് 6 PM ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനുള്ളിൽ കയറിയിട്ടുണ്ടാകണം. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ നമുക്കൊരു പേപ്പർ തന്നില്ലേ, അതിൽ നമ്മൾ കയറിയ ടൈം അതിൽ കാണും. കറക്റ്റ് 2 മണിക്കൂറാണ് നമുക്ക് ഈ 45 കിലോമീറ്റർ യാത്ര ചെയ്യാൻ അവർ തരുന്ന സമയം. അപ്പം മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തുമ്പോൾ അവരത് ചെക്ക് ചെയ്യും. നമ്മൾ കയറിയ ടൈമിങ് അവർ തന്ന ടൈമിങ്ങിലാണ് കൂടുതലായിട്ടുണ്ടോ നമ്മളെന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിയിൽ എവിടെയും ഇറങ്ങാതിരിക്കാനും, അതുപോലെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മളവരെ പിന്നാലെ പോകാതിരിക്കാനും, പോകുന്ന വഴി കുറേ ട്രൈബൽ കോളനീസ് ഉണ്ട്, അവിടെയൊന്നും പോകാതിരിക്കാനും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനത്തെ റൂൾസ് വെച്ചിട്ടുള്ളത്. നമ്മൾ അതിരാവിലെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ റോഡ് സൈഡിൽ തന്നെ കാണാം. പിന്നെ നമ്മളൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. കാട്ടിലുള്ള മൃഗങ്ങളെ എപ്പോഴും നമ്മളെ ഭാഗ്യം പോലെയാണ് നമ്മൾ കാണാറ്. ആന, മയിൽ, കുരങ്ങൻ, അതുപോലെ കടുവ പോലും ഉണ്ടെന്നാണ് ഈ ഫോറസ്റ്റിൽ പറയപ്പെടുന്നത്. പോകുന്ന വഴി നമുക്ക് ഇതുപോലെ കുറേ ട്രൈബൽ കോളനീസ് കാണാം, പക്ഷെ നമുക്ക് പ്രവേശനമില്ല. ഇതാണ് പുളിയിലപ്പാറ ജംഗ്ഷന്. ഇവിടെ രാവിലെയും വൈകിട്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അതിഥി വരാറുണ്ട്. ഇതാണ് മൂസ് അല്ലെങ്കിൽ മ്ലാവ്. 100-150 പഴംപൊരിയൊക്കെ ചിലവാകും അത്ര ഈ ഒരു മ്ലാവിന് വേണ്ടി ഇവിടെ. അങ്ങനെ യാത്ര തുടർന്ന് ഞങ്ങൾ മലക്കപ്പാറ ജംഗ്ഷനിലെത്തി. ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴി നമുക്ക് ഇതുപോലെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. 45 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ച് അതിമനോഹരമായ വെള്ളച്ചാട്ടവും മൃഗങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വാൽപ്പാറയിലെത്തി. വാൽപ്പാറയെ കാണാൻ മൂന്നാറിനെ പോലെ ആണെങ്കിലും അതിനേക്കാളും ഭംഗിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇവിടെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. 1-2 എണ്ണമൊക്കെ ഞങ്ങൾ കയറി കണ്ടു. അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തു, നല്ലൊരു ചായയൊക്കെ കുടിച്ചു. മൂന്നാറിൻ്റെ അത്ര തണുപ്പൊന്നും ഇവിടെ ഇല്ല, എങ്കിലും അതുപോലെ ഫോഗും കാണാൻ ഭംഗിയും ചെറിയൊരു തണുപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് പൊള്ളാച്ചിയിലോട്ട് പോവാണ്. പൊള്ളാച്ചിയിലോട്ട് വാൽപ്പാറയിൽ നിന്നും 40 ഹെയർ പിൻ വളവുകളുണ്ട്. അതിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. പോകുന്ന വഴി കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട് മക്കളും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പോകുന്ന വഴിയിടയ്ക്ക് ഇറങ്ങി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പൊള്ളാച്ചിയിലെത്തി. തിരിച്ച് പാലക്കാട് വഴി ഞങ്ങൾ വീട്ടിലോട്ടും പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.